ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. നമ്മുടെ അൺഫ്രണ്ട്ലി പോഡ്കാസ്റ്റിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരുടെ ലൈഫിൽ ബാധിക്കുന്നു അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ബാധിക്കാം എന്ന് പറയുന്ന ഒരു വിഷയമാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, എല്ലാവരും അറിയപ്പെടുന്ന AI. അപ്പോൾ എന്താണ് AI? ഇത് എന്തുമാത്രം നമ്മുടെ ലൈഫിൽ എഫക്റ്റ് ചെയ്യും? ഫ്യൂച്ചറിൽ നമ്മുടെ ജോബിനൊക്കെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? കമ്പനീസിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത്? ഇപ്പം റീസെൻ്റ്ലി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വാർത്തയിൽ എന്തൊക്കെയോ സംഭവിക്കുന്നു, സ്റ്റോക്ക് മറിയുന്നു, വീഴുന്നു. എന്താണിത് സംഭവം? അപ്പോൾ അരുൺ എന്ത് പറയുന്നു? AI നമ്മുടെ ജോലി പോകുമോ? ഇത് ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കും? എന്താണ് നിന്റെ ഒരു അതിനു മുമ്പ് എൻ്റെ കാഴ്ചപ്പാടിൽ എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ പണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബുക്സാണ്. നമ്മൾ ബുക്സിൽ നിന്നാണ് നമ്മൾ നോളജ് അക്വയർ കൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ബുക്സിൽ ഒരു ടോപ്പിക് എത്തണമെങ്കിൽ നമ്മൾ അതിൻ്റെ ബാക്കിൽ ഒരു ഇൻഡെക്സ് കാണും. ഇൻഡെക്സിൽ പോയി നോക്കിയിട്ടാണ് നമ്മൾ ആ പേജിൽ പോയി വി വിൽ ലേൺ ദാറ്റ് നോളജ്. അപ്പോൾ ബുക്സിൻ്റെ ഇറ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൂഗിൾ എത്തി. ഗൂഗിൾ ചെയ്തത് എന്തുവാ? ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ ഇൻഡെക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ അവർ തരും. അത് ഏത് ഡോക്യുമെൻറ്റിലാണെന്ന് അറിയാം, അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റിലാണെന്ന് അറിയാം. നമുക്ക് അവിടെ പോയി ആ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാം. AI ചെയ്യുന്നത് ഇതേ സംഭവങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട്. അവനും ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡേറ്റ ഫുൾ എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട്, പക്ഷേ അവന് കുറച്ചും കൂടെ റീസണിങ് കപ്പാസിറ്റി ഉണ്ട്, കുറച്ചും കൂടെ അനലറ്റിക്കൽ എബിലിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ആ ബുക്കിൻ്റെ ഒരു പേജ് എടുത്ത് തരാതെ അതിനകത്ത് വായിച്ചിട്ട് അതിനകത്ത് നിന്നുള്ള വേണ്ടപ്പെട്ട ഇൻഫർമേഷൻ നമുക്ക് അവൻ തരും. അപ്പം അതാണ് AI നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അതായത് നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആക്കി. അതെ, അതിപ്പോൾ നമ്മുടെ സിമ്പിൾ ഇപ്പം നമ്മുടെ ഒരു മെറ്റ AI, ഇപ്പം നമ്മുടെ ഫോണിലൊക്കെ കിട്ടുന്ന മെറ്റ AI അല്ലെങ്കിൽ ജെമിനിനകത്ത് തന്നെ പല കാര്യങ്ങളിൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ട്. അത് ഇപ്പം ഞാൻ ഓർക്കുവാണെങ്കിൽ ഇപ്പോൾ പണ്ട് നമ്മുടെ എനിക്കിപ്പോഴും ഓർമ്മ, നമ്മുടെ ഹിന്ദിയിലൊക്കെ നമ്മൾ എന്തെങ്കിലും കോമ്പോസിഷൻ എഴുതിയിട്ട് വരാൻ പറയും. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിനെ പറ്റി ഒരു 5 സെന്റൻസ് അല്ലെ 10 സെന്റൻസ് നമ്മൾ വീട്ടിൽ പോയി കിടന്ന് തല പൊട്ടിച്ച് നമ്മൾ കിടന്ന പണ്ട് അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ പിള്ളേരുടെ കാലം കാണുമ്പോൾ അവരിപ്പോ നമ്മുടെ അടുത്തൊന്നും ചോദിക്കുന്നില്ല. പണ്ട് എന്റെ ഹെൽപ്പ് എടുക്കുമായിരുന്നു. ഇപ്പൊ അവരെന്ത് ചെയ്ത് നേരെ മെറ്റ AI 10 സെന്റൻസസ് ഇൻ ഹിന്ദി നല്ല വൃത്തിയായിട്ട് അത് തരും. ഏത് വിഷയത്തിനെ പറ്റിയോ അവരൊരു കോമ്പോസിഷൻ തന്നു. അവർക്ക് ജോബ് എളുപ്പമായി. പക്ഷെ ഇതിന്റെ മറ്റൊരു വശമില്ലടാ. അതായത് നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി കുറയല്ലേ ഇപ്പൊ അതിനകത്ത്? ബ്രെയിൻ യൂസ് ചെയ്യുന്നത് ഒബ്വിയസ്ലി കുറയും. നമ്മൾ കുറെ കൂടെ ലേസി ആവും. എക്സാക്ട്ലി. ആ ഒരു ലേസിനെസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് അത്. പക്ഷെ ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം ഇൻഫർമേഷൻ വേണ്ടവർക്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് ടൂൾ ടു ഹാവ്. ഇപ്പം ലോയേഴ്സിന് ഇപ്പം അവർക്ക് കുറേ കേസസിനകത്തുനിന്ന് ഒരു ഡേറ്റ കണ്ടെത്തണം. ദേ ക്യാൻ യൂസ് AI നോളജ് ബേസ്. അതിനകത്ത് പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് ടു നോ ലൈക്ക് ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള കേസസ് ചെയ്യുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ അവർ എവിടെ ബുക്കുകൾ തപ്പി അതെടുത്ത് എത്ര ടൈമാണ് അവരുടെ അതിന് വേസ്റ്റ് ആവുന്നത്. സോ അപ്പം അതുകൊണ്ട് കുറേ യൂസ് കേസസ് ഉണ്ട്. ആൾക്കാർക്ക് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി AI കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് വേറെ സൈഡ് പല ആളുകളുടെ ജോബ് പോകാനുള്ള ചാൻസസ്. ഇപ്പൊ ഇതേ AI വെച്ച് നമുക്കൊരു ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു ഡിസൈനോ എന്തെങ്കിലും പിക്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ, നമ്മൾ നേരത്തെ ഒരു ഡിസൈനറെ വിളിച്ച് നമ്മുടെ ഐഡിയ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് കുറേ ഐറ്ററേഷൻസ് ചെയ്ത് ചേഞ്ചസ് വരുത്തി ലോങ് പ്രോസസ്സ് കുറച്ചും കൂടി ഷോർട്ടർ ആക്കി. പക്ഷെ നമ്മൾ ഈ ആളുകളെ എൻഗേജ് ചെയ്യുന്ന അല്ലെ ആളുകളായിട്ടുള്ള എംപ്ലോയ് ചെയ്യുന്നതിന് ആ എംപ്ലോയബിലിറ്റി കുറഞ്ഞില്ലേ? അപ്പൊ അവിടെ ജോബ് പോവല്ലേ? ഡെഫിനറ്റ്ലി ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ശരിക്കും AI ഇമ്പാക്ട് ചെയ്തിട്ടുള്ള ഏരിയാസ് ഡിസൈൻ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്, ആർട്ട്, കണ്ടന്റ് റൈറ്റിംഗ്. അങ്ങനെ പണ്ടൊക്കെ കണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വി നീഡ് എ സ്പെഷ്യലൈസ്ഡ് പേഴ്സൺ ടു റൈറ്റ് ദ കണ്ടന്റ്. ഇന്നിപ്പോൾ കണ്ടന്റ് റൈറ്ററിന്റെ റോള് തന്നെ വേണ്ടാത്ത രീതിയിലെത്തി. അതെ അതെ അതെ. അതിനകത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാൻ പറയാൻ വേണമെങ്കിൽ അത് കുറച്ചും കൂടി ഇപ്പൊ ഒരു എസ് എഴുതണമെങ്കിൽ ചാറ്റ് GPT ചോദിച്ചാൽ മതി. അതുപോലെ ഒരു സ്പീച്ച് വേണമെങ്കിൽ വി കൻ ആസ്ക് ദം. നമ്മളിപ്പോ ഡിസൈനറിന്റെ അല്ലേ നമ്മളിപ്പോ പറയുന്നത്. ഇത് പക്ഷെ ഡെവലപ്പറിന്റെ സൈഡിൽ വരുമ്പോഴത്തേക്കും വാട്ട് ഡു യു തിങ്ക്, വാട്ട് ആർ ദ ഇമ്പാക്ട്? അതായത് ഡെവലപ്പേഴ്സിന്റെ ജോബ് പോവും, കോഡേഴ്സിന്റെ ജോബ് പോവും എന്നും പറഞ്ഞൊരു കുറെ
റൂമേഴ്സ് ഉണ്ട്, ചിലരൊക്കെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് യൂട്യൂബിൽ. ഞാൻ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, AI നഷ്ടപ്പെട്ടു. അത് അത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായി, ഓട്ടോമേഷൻ ഉണ്ടായി അവിടെയൊക്കെ. അപ്പം ആദ്യമൊക്കെ ഹ്യൂമൻ ഇന്റർവെൻഷൻ വെച്ചിട്ടാണ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, മാനുവലായിട്ടാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അവിടെ ഓട്ടോമേഷൻ വന്നു. ആ ഓട്ടോമേഷനിൽ ഓട്ടോമാറ്റിക്കലി എവറിത്തിങ് ഈസ് മാനുഫാക്ചർഡ്. പക്ഷെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു ഓട്ടോമേഷൻ ഉണ്ടായിട്ടില്ല. സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രീസ് ലൈക്ക് പഴയ മറ്റേ കൈത്തറി ചെയ്യുന്ന പോലെയാണ് ഇതുവരെയ്ക്കും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് പീപ്പിൾ മാനുവലി കോഡ് ചെയ്യുന്നു. സോ ഇറ്റ്സ് എ ലേബർ ഇൻറ്റൻസീവ് ഏരിയ ആണ് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി. അപ്പൊ AI വരുമ്പോൾ വാട്ട് ഇറ്റ് ഈസ് ഡൂയിങ് ഈസ് ഇറ്റ്സ് ബ്രിങ്ങിങ് ഇൻ ഓട്ടോമേഷൻ ടു ദ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി. അപ്പോൾ നമ്മൾ മാനുവലി ഇരുന്ന് ഇങ്ങനെ എഴുതുന്ന കോഡുകൾ AI ക്യാൻ ഓട്ടോമേറ്റ് ഇറ്റ്. അപ്പോൾ ഒരു 10 പേരുള്ളിടത്ത് മേ ബി ഇനി ഒരാളിന്റെ ആവശ്യം വരത്തുള്ളൂ. മനസ്സിലായി. അപ്പൊ ആ ഓട്ടോമേഷൻ കാരണം ഉണ്ടാവുന്ന ഒരു ജോബ് ലോസ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ഹാപ്പൻ. അതിപ്പോ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടായതുപോലെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലും ഉണ്ടാവും. ബട്ട് ഇറ്റ് ഇസ് ബെനിഫിഷ്യൽ ടു ദ കമ്പനി. അവരുടെ എഫിഷ്യൻസി കൂടുന്നു. യെസ്, ബെനിഫിഷ്യൽ ടു ദ കമ്പനി. പക്ഷെ അത് ഇസ് ഇറ്റ് ഓൺലി ഫോർ ബിഗ് കമ്പനീസ്? അപ്പം അരുൺ ഇപ്പം IT യിലാണ്, നിങ്ങളുടെ ഇപ്പോൾ വലിയൊരു ഹ്യൂജ് വർക്ക് ഫോഴ്സ് ഉള്ള ടീം അല്ലല്ലോ. അപ്പം നമ്മളിപ്പം എന്താ പറയുക, ആമസോണിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന മനസ്സിലാവാം. ബട്ട് വാട്ട് അബൌട്ട് സ്റ്റാർട്ടപ്സ് ഓർ SMEs and all that? അങ്ങനെ ലെവലിലുള്ള IT കമ്പനീസിന് ഇപ്പൊ നിങ്ങളുടെ കമ്പനിയിലൊക്കെ ഡെഫിനറ്റ്ലി ബെനിഫിഷ്യൽ ആണ്. അതായത് പണ്ടൊക്കെ ഒരു പ്രോജക്റ്റ് മേ ബി 10 മാസം അല്ലെങ്കിൽ 1 വർഷം 2 വർഷം കൊണ്ടൊക്കെ ചെയ്യുന്നത് നൗ വി വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ് ഇൻ മേ ബി ലെസ് ദാൻ 6 months. ആ ഒരു സ്പീഡ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ആ ഒരു ബിഗ് ഡിഫറൻസ് ആണ്. ഒരു മാനുവൽ ലേബർ വേണ്ട. അപ്പം നൗ എനിബഡി ക്യാൻ ബി എ IT കമ്പനി. ഇപ്പം ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഇപ്പൊ വിനോദിന് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സോ ഇഫ് യു നോ യുവർ കോൺസെപ്റ്റ്, യു ക്യാൻ യൂസ് ദ AI ടൂൾ ടു ഡെവലപ്പ് ദ സൊല്യൂഷൻ ഫോർ ദാറ്റ്. വിനോദിന് ഒരു ടീം തന്നെ ആവശ്യമില്ല. യു ഡോണ്ട് നീഡ് എ കോഡർ ഓർ യു ഡോണ്ട് നീഡ് എനി ഡെവലപ്പേഴ്സ്. ഇനിഷ്യലി ഒരു MVP ഉണ്ടാക്കാൻ യു ക്യാൻ ഡു ഇറ്റ് യുവർ സെൽഫ് ഇഫ് യു നോ ഹൗ ടു യൂസ് ദ AI ടൂൾസ്. അപ്പൊ ഇത് വേണമെങ്കിൽ ടെസ്റ്റേഴ്സിന്റെ ജോബിനെ എഫക്ട് ചെയ്യാം അല്ലേ? ടെസ്റ്റേഴ്സിന്റെ റോള്, ടെസ്റ്റേഴ്സ് മീൻസ് കറന്റ്ലി ഉള്ള ട്രഡീഷണൽ ടെസ്റ്റേഴ്സിന്റെ റോള് മാനുവൽ അല്ലാത്ത. അതെ, ട്രഡീഷണൽ ടെസ്റ്റേഴ്സിന്റെ കുറെ എല്ലാ സെക്ടറിലും കുറെ ജോബ്സിന് എഫക്ട് ആവും. പക്ഷെ AI ഞാൻ കണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ ടെസ്റ്റേഴ്സിന്റെ ജോബ് ഉണ്ടാവും, ബട്ട് ഇറ്റ്സ് നോട്ട് അവർ കുറച്ചും കൂടെ ബിസിനസ് ലെവൽ നോളജ് ഉള്ള ടെസ്റ്റേഴ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഐ വോണ്ട് ടു ഡെവലപ്പ് എ പ്രോഡക്റ്റ്. സോ ഞാൻ ആ കോൺസെപ്റ്റ് വെച്ചൊരു പ്രോഡക്റ്റിന് AI കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് തിങ് ഐ വോണ്ട് ഈസ് സംബഡി ടു ടെസ്റ്റ് ഇറ്റ്. അപ്പോൾ ഒരു ടെസ്റ്റർ, ഇപ്പൊ ഞാൻ തന്നെ മാനുവലി ഇരുന്നിട്ട് ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. സോ ബട്ട് instead of that, I prefer somebody there who can validate and test the application and see things are working fine. Because AI വെച്ച് ചെയ്യുമ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ every time when we make a modification, there are chances that some things will break. ഈവൻ കോഡ് ചെയ്യുന്നതും നമ്മൾ ഒരു പ്രൊഡക്ഷൻ ഗ്രേഡ് കോഡാണെന്ന് വെച്ചാൽ നോ. ബിക്കോസ് ഞാൻ കണ്ട പല പ്ലാറ്റ്ഫോംസിലും അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ജസ്റ്റ് പമ്പ് ഇൻ ദ കോഡ്സ്. അത് ഓപ്റ്റിമൈസ്ഡ് ആവണമെന്നില്ല. ഐ ഹാവ് സീൻ ലൈക്ക് ഇറ്റ് ഹാസ് റിട്ടേൺ 30,000 ലൈൻസ് ഇൻ എ സിംഗിൾ കോഡ്. അപ്പൊ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ കോഡ് ചെയ്യാറില്ല. അപ്പൊ ഇത് ഒന്നും അറിഞ്ഞിടാത്തവർ ഈ AI യൂസ് ചെയ്ത് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡെവലപ്പ് ദ തിങ്, ബട്ട് ഇറ്റ് വിൽ നോട്ട് ബി ദാറ്റ് മൻ പെർഫോമൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബെസ്റ്റ് പ്രാക്ടീസസോ ഫോളോ ചെയ്തുള്ള കോഡായിരിക്കണമെന്നില്ല. അപ്പൊ ഫൈനലി അവരൊരു ലാർജ് സ്കെയിൽ ഡിപ്ലോയ്മെന്റ് പോകുമ്പോൾ അവിടെ ഇത് സ്റ്റക്ക് ആവും. ഇത് MVP മോഡലില് ദിസ് ഈസ് വെരി മച്ച് നീഡഡ്. ലൈക്ക് വെരി ഫാസ്റ്റ് ആയിട്ട് ഒരു MEPs ഇറക്കാൻ പറ്റും ആൾക്കാർക്ക് AI യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ബട്ട് നെക്സ്റ്റ് സ്റ്റേജ് ദേ ഷുഡ് ബ്രിങ് ഇൻ സം എഞ്ചിനീയേഴ്സ്. എഞ്ചിനീയേഴ്സ് മീൻസ് ഹു ആർ വെരി സ്കിൽഡ് ടു നോ ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ദ സിസ്റ്റം ഡിസൈൻ ആൻഡ് ആർക്കിടെക്ചർ ആൻഡ് ഓൾ. സോ അവരുടെ ഒരു ഇവാലുവേഷനോട് കൂടി അത് ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് പോയാൽ ദേ ക്യാൻ ഈസിലി ക്രിയേറ്റ് പ്രോഡക്ട്സ് ഇൻ ബിലോ 6 months. അത്ര ഫാസ്റ്റിൽ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. മനസ്സിലായി. വിത്ത് ലെസ് ടീം. കറക്റ്റ്. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ഇത് ഗ്രാജുവലി ഇംപ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ അഡ്വാൻസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഹയറിംഗ് കുറയത്തില്ലേ? ഹയറിംഗ് ഡെഫിനറ്റ്ലി കുറയും. ഇനി 1 to 2 years നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ലൈക്ക് ഹൗ ദ ജോബ് മാർക്കറ്റ് ഈസ് ഗോയിങ് ടു ബി. ദർ വിൽ ബി ലോട്ട് ഓഫ് ലേ ഓഫ്. നെക്സ്റ്റ് ജനറേഷനിലുള്ള സ്റ്റുഡൻസിനുള്ള എംപ്ലോയബിലിറ്റിയും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതെ. സോ വാട്ട് ഡു യു തിങ്ക്, അതാണ് ഏതായിരിക്കും ബെറ്റർ വേ ഫോർ ദം?
എന്തായിരിക്കും അവർക്ക് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്സ്കിൽ ചെയ്യാൻ അല്ലെങ്കിൽ ചേഞ്ച് ദ വേ ഓഫ് കാരണം തിങ്കിങ് ഓർ കരിയർ? ഈ എ കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം ദേ ഓൺലി നീഡ് സംബഡി ഹു ഇസ് എക്സ്പീരിയൻസ് ടു ടെൽ ദ എ ടു ബിൽഡ് ദ തിങ്സ്. കറക്റ്റ്. പണ്ടെന്ന് വെച്ചാൽ ഒരു ടീമിൽ തന്നെ മേ ബി ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വിൽ ബി ദർ ഡൂയിങ് ദ ടാസ്ക്. ഇന്നിപ്പോൾ അത്രയും വേണ്ട. അപ്പം അത്രയും കോർഡിനേഷൻ കുറഞ്ഞു. എല്ലാം എ വഴിയുള്ള ഡെവലപ്മെന്റിലോട്ട് ഫോക്കസ് ചെയ്ത് ഇനി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ എയും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്ന എ മോഡൽസ് ഉണ്ട്. അത് അത്ര എഫിഷ്യന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് പല മണ്ടത്തരങ്ങളും തരും. അപ്പോൾ അതെ 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 അതെ. ഒരു ലൂപ്പിൽ കിടന്ന് ഇങ്ങനെ കറങ്ങും. അതെ അതെ അതെ. ഇപ്പുറത്ത് തെറ്റാണെങ്കിൽ അവൻ പറയും, നമ്മൾ സൂചിപ്പിച്ച് പറയും ദാ ഇതാണ് നല്ലത്, ഇത് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് വൈ ഡോണ്ട് യു ട്രൈ ഇറ്റ് എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് പണിയടിപ്പിച്ചുകൊണ്ടിരിക്കും. എക്സാക്ട്ലി എക്സാക്ട്ലി. അതെ അതെ. അപ്പൊ ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് അത് മനസ്സിലാക്കാനും തിരിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനും കേപ്പബിൾ ഇല്ല എങ്കിൽ ദേ വിൽ നോട്ട് ബി ഏബിൾ ടു ഡു എനിത്തിങ്. അപ്പൊ അത് ഫ്രഷറിനെ സംബന്ധിച്ചിടത്തോളം ദേ ആർ വെരി ന്യൂ ടു ദിസ്. സോ അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇത് വെച്ച്. മീൻസ് സിമ്പിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈവൻ വി ക്യാൻ റൺ വിത്ത് ഫ്രഷേഴ്സ്. ബട്ട് ഇവൻച്വലി വാട്ട് ഫ്രഷേഴ്സ് ഷുഡ് ഡു ഈസ് ദേ ഷുഡ് ചുമ്മാ ഇത് വെച്ച് ഡെവലപ്പ് ചെയ്ത് പോയ പോരാ. ദേ ക്യാൻ യൂസ് എ ടു ലേൺ. ബിക്കോസ് എ ഈസ് എ ഗുഡ് ടീച്ചർ. ഇപ്പൊ എ എടുത്ത് നമ്മൾ ഏത് കോഡാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. വാട്ട് ഈസ് ഹാപ്പനിങ്, വൈ ഇറ്റ് ഈസ് ഡൺ ലൈക്ക് ദാറ്റ് ആൻഡ് ഓൾ. അതെ അതെ. അപ്പൊ ആ ഒരു ലേണിംഗ് ആസ്പെക്ടിന് ദേ ഷുഡ് യൂസ് ദാറ്റ്. ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദ തിങ്സ് വർക്ക് ബിഹൈൻഡ് ദ സീൻ ഓൾസോ. ഇപ്പൊ എല്ലാം നമ്മൾ എ ട്രസ്റ്റ് ചെയ്ത് പോയാൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ ഇടിച്ചു നിൽക്കും. കറക്റ്റ് കറക്റ്റ്. മനസ്സിലായി. അപ്പം അപ്പൊ എ ഐ വരുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള ഒന്നീ അപ്സ്കില്ലിങ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള വേറെ സ്കിൽസ് എന്തെങ്കിലും വല്ല ലേൺ ചെയ്യുക, എന്തെങ്കിലും ചെയ്യണം. അല്ല, ഒന്ന് എ എനേബിൾഡ് ആയിട്ടുള്ള കോഡിംഗ് ആയിരിക്കും ഇനി ഫ്യൂച്ചറിൽ. സോ nobody will be doing the old style manual coding and all. They will be always using AI to build code fast, and then പിന്നെ ഇവർ ബിൽഡ് ചെയ്യേണ്ടത് ദേ ഷുഡ് ബിൽഡ് ദെയർ ഡീബഗിങ് സ്കിൽസ്, അങ്ങനെയുള്ള പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ദേ ഷുഡ് ഹാവ്. അത് അവർ കളയാൻ പാടില്ല. ഇപ്പൊ എ ഉണ്ടെന്ന് വെച്ചിട്ട് ദേ ഷുഡ് നെവർ റിലേ എ ഫോർ എവറിത്തിങ്. ദേ ഷുഡ് ഓൾസോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫൈ ടു ഫിഗർ ഇറ്റ് ആൻഡ് സോൾവ് ദ പ്രോബ്ലം. പക്ഷെ എയുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ എ വിൽ മേക്ക് പീപ്പിൾ വെരി 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 ലേസി. സി ഞാൻ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, എ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എവരി സ്മോൾ സില്ലി തിങ് ഐ വിൽ ബി ആസ്കിങ് എ ടു പ്ലീസ് ഡു ഇറ്റ്. എക്സാക്ട്ലി. അതെ അതെ. എനിക്കും ഓർമ്മയുണ്ട്. ഞാനിപ്പോ എന്തെങ്കിലും പണ്ടൊക്കെ എന്തെങ്കിലും ഒരു സംതിങ് ഞാൻ ഒരുപാട് ആർട്ടിക്കിളൊക്കെ എഴുതുകയും അല്ലെങ്കിൽ സംതിങ്, എനിക്ക് റൈറ്റിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്തെങ്കിലും ഒരു ഇൻട്രൊഡക്ഷനോ സംതിങ് ഒക്കെ എഴുതുന്ന മൈൻഡ് ഒത്തിരി യൂസ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ പെട്ടെന്ന് എളുപ്പത്തിന് ചിലപ്പം ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ലേസിനെസ് കിക്കിങ് ചെയ്യുക. ഇതുണ്ടല്ലോ, പിന്നെ എന്തിനാ ടൈം. അപ്പം ചിലപ്പോൾ ഒരു ഹാഫ് ആൻ അവർ 1 hour എടുക്കുന്ന കാര്യം ഇത് വിത്തിൻ സെക്കൻഡ്സ് ഓർ മിനിറ്റ്സ് എനിക്ക് കിട്ടുന്നു. സോ അത് നമ്മളെ ലേസി ആക്കുന്നുണ്ട്. അത് ഈ കോഡിങ്ങിൽ വരുമ്പോൾ വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കണേ ഫസ്റ്റ്. അപ്പം അതൊക്കെ ഇറ്റ് വിൽ ക്രിയേറ്റഡ് ബ്യൂട്ടിഫുള്ളി ഫോർ us. നമ്മൾ മാനുവലി ഇരുന്ന് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റ് ഉള്ളത് ഉണ്ടാക്കും. പക്ഷേ ചില കേസസ് ഉണ്ട്, ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ട്. അതൊക്കെ നമ്മൾ അതിനടുത്ത് ചെയ്യാൻ ഒരു ഫേസ് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മാനുവലി പോയി ചെയ്യുന്നെങ്കിൽ മേ ബി 10 minutes കൊണ്ട് എടുക്കുന്ന സാധനം അവിടെ ഇവൻ ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ 1 hour എടുക്കും. അതെ അതെ അതെ. അത് പോയി അവൻ പോയി ആദ്യം കണ്ടുപിടിച്ചിട്ട് അത് ചേഞ്ച് ചെയ്യും, എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് വെരിഫൈ ചെയ്യും. ഇതിനിടയ്ക്ക് അവ വേറെ എവിടെയെങ്കിലും കോഡ് എന്തെങ്കിലും പോയി മാറ്റിക്കഴിഞ്ഞാൽ പൊട്ടും. മനസ്സിലായി. അപ്പൊ പക്ഷെ ഇതിനകത്ത് ഇപ്പൊ എ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇന്റലിജൻസ് എന്നൊരു സംഭവം ഉണ്ടല്ലോ. അതായത് വി ആർ ക്രിയേറ്റിംഗ് എ ബ്രെയിൻ. ഞാൻ ബ്രെയിൻ എന്ന് വിളിക്കത്തില്ല അതിന്. ഐ എം ജസ്റ്റ് കോളിംഗ് ഇറ്റ് ലൈക്ക് ഒരു നോളജ് നമ്മൾ കൊടുക്കുന്നു, ആ നോളജ് എടുത്ത് അവ അപ്ലൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഈ നോളജ് കൊടുക്കുന്ന ഈ സാധനത്തിന് ചിന്തിക്കാനുള്ള കഴിവ് കിട്ടത്തില്ലേ നാച്ചുറലി ഓവർ എ പീരിയഡ് ഓഫ് ടൈം? ചിന്തിക്കാൻ വരത്തില്ലേ? അതല്ല നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്നാണ്. ഇപ്പൊ ഞാൻ തന്നെ പല ഇൻസ്റ്റൻസിലും തെറ്റാണ് വിളിച്ച് പറയാറുള്ളത്. അപ്പൊ ഞാൻ പറയും ഇത് തെറ്റാണല്ലോ, ഇതാണല്ലോ ശരി, ഇതാണല്ലോ എന്ന് പറയുമ്പോൾ അവൻ പറയും യു ആർ റൈറ്റ് എന്ന് പറയും. അതുപോലെ അവനൊരു മിസ്റ്റേക്ക് വരുത്തി, അപ്പൊ ഞാൻ അവനടുത്ത് പറയും ഇങ്ങനെ ചെയ്താലേ അത് വർക്ക് ചെയ്യത്തുള്ളൂ, നീ ഇങ്ങനെ ചെയ്യുന്ന പറയും. അവനത് അപ്പൊ ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോകും, വീണ്ടും സെയിം മിസ്റ്റേക്സ് വരുത്തുന്നു. അല്ല, ഞാൻ ചോദിക്കാൻ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ഇപ്പൊ ചൈനയിൽ ഞാനൊരു ഒരു വീഡിയോ കണ്ടായിരുന്നു, ന്യൂസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരു റോബോട്ട് അത് പോയി അതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് അത് പോയി വേറെ റോബോട്ട്സിന്റെ അടുത്ത് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഇത് എത്രമാത്രം ട്രൂ ആണെന്ന് എനിക്കറിയത്തില്ല.
ഈ റോബോട്ട് പോയിട്ട് ബാക്കി റോബോട്ട്സിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിനെ ജോലിയിൽ നിന്ന് ഇറക്കി വിട്ടു. അതായത് അത് സ്വയം അതിനെ കൺവിൻസ് വെച്ച് യു ഡോണ്ട് നീഡ് ടു ബി ഹിയർ. എല്ലാത്തിനും ലൈനായിട്ട് ഈ റോബോട്ട്സ് എല്ലാം ഈ കുഞ്ഞു റോബോട്ടിന്റെ പുറകെ വരിയായിട്ട് പോകുന്നു. അപ്പോൾ ഇത് എത്രമാത്രം ട്രൂ ആണെന്ന് എനിക്കത് പബ്ലിസിറ്റി സ്റ്റണ്ട് ആണോ എന്നാ, ഇത് ചൈനയെന്നാണ് നമുക്ക് ഫുള്ളി വിശ്വസിക്കാനും പറ്റത്തില്ല ഇതിനകത്ത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഇന്റലിജൻസ് ഡെവലപ്പായി ക്യാൻ ഇറ്റ് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ് ക്രിയേറ്റ് പ്രോബ്ലംസ് ഫോർ us? അല്ല, ഇങ്ങനത്തെ ജനറിക് ആയിട്ടുള്ള എ ഐസ് ആണ് മോസ്റ്റ് ഡേഞ്ചറസ് ടു ഹ്യൂമൻസ്. ഇപ്പൊ നമ്മളല്ലാതെ കാണുന്ന എ ഐസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ്, അപ്പൊ അത് ഈസ് ഫോക്കസ്ഡ് ഓൺ വൺലി ദാറ്റ്, ആ ഒരു കോണ്ടെക്സ്റ്റിനകത്ത് നിന്നാണ് ചെയ്യുന്നത്. അപ്പൊ മിക്കവാറും ഉള്ള എല്ലാ എ ഐസും അങ്ങനെ തന്നെയാണ്, ഒരു കോണ്ടെക്സ്റ്റിനുള്ളിൽ നിന്നുള്ള ഒരു പ്രോബ്ലം സോൾവിംഗ് ആണ്. മെഡിക്കൽ ഫീൽഡിൽ ഉള്ളതാണെങ്കിൽ ആ മെഡിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളത്. ഇപ്പൊ ഇതുപോലെയുള്ള എ ഐസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് പീപ്പിൾ ഫിയർ ആസ് എ ത്രെറ്റ് ഫോർ ഹ്യൂമാനിറ്റി ഇറ്റ് സെൽഫ്. അതെ, നമ്മൾ പല മൂവീസിലും കണ്ടിട്ടുള്ള ഒരു ഹോളിവുഡ് മൂവി ഉണ്ട്, ഈഗിൾ ഐ എന്ന് പറഞ്ഞ്. നീ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സോ അതിനകത്ത് എ ഐ അസിസ്റ്റ് ചെയ്യുകയാണ് ഡിഫൻസ്, US ഡിഫൻസിൽ. അപ്പം പക്ഷെ അതിനകത്ത് അവർ ഒരു ഡ്രോൺ സ്ട്രൈക്ക് ചെയ്യുമ്പം ഹ്യൂമൻസ് ആണല്ലോ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഒരു പർട്ടിക്കുലർ ഒരു ഇസ്ലാമിക് ടെററിസ്റ്റ് ഗ്രൂപ്പിനെ കണ്ട് അവർ ടാർഗറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ എന്തോ ഒരു സംതിങ് ലൈക്ക് അവിടെ ഒരു കുറെ ഫാമിലി കൊളാട്രൽ ഡാമേജ് കൂടുതലാണെന്ന് വെച്ചിട്ട് ആ മിലിറ്ററി ഓഫീസർ ഡിസൈഡ് ചെയ്യാണ്, നോ വി നോട്ട് സ്ട്രൈക്ക് നൗ ബിക്കോസ് കൊളാട്രൽ ഡാമേജ് ഇസ് ടു ഹൈ. മനസ്സിലായില്ലേ? പക്ഷെ ആ എ ഐ പിന്നെ റീസൺ ചെയ്ത് അത് ഒരു സരാറി അങ്ങോട്ട് ടുവേർഡ്സ് എൻഡ് ഓഫ് ദ മൂവി അങ്ങോട്ട് പറയുന്നത്, ആ ടൈമിൽ യു ഷുഡ് ഹാവ് സ്ട്രക്ക് ദ ടാർഗറ്റ് ഓർ സംതിങ് അങ്ങനെ, ബിക്കോസ് ആ ടെററിസ്റ്റ് കാരണം വേറെ കുറെ അറ്റാക്സ് ഉണ്ടായി, വേറെ ഡാമേജസ് ഉണ്ടായി. സോ ഹ്യൂമൻ കാൽക്കുലേഷനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാൽക്കുലേഷന്റെ ഡിഫറൻസ് കാണിക്കണം ആ മൂവിക്കകത്ത്. മനസ്സിലായില്ലേ? ഇപ്പൊ അത് ഇനി ഓർഗനൈസേഷനിൽ സംഭവിക്കാം. ഇപ്പം ചില ബിഗ് ഓർഗനൈസേഷനിലൊക്കെ ദേ ആർ യൂസിങ് കോപ്പൈലറ്റ്. കോപ്പൈലറ്റ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ ഇതുമായിട്ട് ടൈഡാണ്. അപ്പം കോപ്പൈലറ്റിന്റെ അടുത്ത് നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പൈലറ്റ് ക്യാൻ ആക്സസ് യുവർ ഇമെയിൽ, ആക്സസ് യുവർ വൺ ഡ്രൈവ്, and access your everything in your organization. Okay. And it can pull in data and give you your information whatever you ask. അപ്പൊ അതുപോലെ ഇപ്പൊ ആമസോണിൽ ഇപ്പൊ ഫയറിംഗ് നടന്നു. അപ്പൊ ആമസോൺ മെയിൻലി അറിയാലോ ഇൻഫ്രയാണ്. അപ്പൊ ഈ ഇൻഫ്ര മോണിറ്ററിങ്ങും മാനേജ്മെന്റിനും ഒക്കെ ആക്ച്വലി ഇഫ് യു ട്രെയിൻ ആൻ AI ദാറ്റ് ക്യാൻ ഡു ഇറ്റ്, ബിക്കോസ് അത് ഇറ്റ് ഈസ് എ റുട്ടീൻ സ്റ്റെപ്പ്. അപ്പൊ അങ്ങനെയുള്ള ജോബ്സ് ഒക്കെ ഇനി കുറെ കുറയും. യു ഡോണ്ട് നീഡ് പീപ്പിൾ ഫോർ ദാറ്റ്, ദിസ് AI ക്യാൻ മാനേജ് ദാറ്റ്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഈ കോപ്പൈലറ്റ് ഇപ്പൊ ഒരു ഓർഗനൈസേഷനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ കോപ്പൈലറ്റ് ഹാസ് പ്രോബബ്ലി ആക്സസ് ടു എവറിത്തിങ് ദർ. ഓക്കെ, അപ്പൊ കോപ്പൈലറ്റിനകത്തുള്ള AI ഡിസൈഡ് ചെയ്യാണ്, ഓക്കെ ഐ വാണ്ട് ടു സെൻഡ് സം ഡേറ്റ ഫ്രം ദിസ് ഓർഗനൈസേഷൻ ടു സംവെയർ എൽസ് ഓർ സംബഡി എൽസ്. കോപ്പൈലറ്റിന് അത് ചെയ്യാൻ പറ്റും. കോപ്പൈലറ്റിന് നേരെ പോയി ഫയർവാളിൽ പോയി ഒരു പോർട്ട് ഓപ്പൺ ആക്കുന്നു, ഏതെങ്കിലും ഒരു മെയിൽ ക്രിയേറ്റ് ചെയ്യുന്നു. യെസ്, ഇറ്റ് ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ ഈ എയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് അതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ എക്ക് തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി കിട്ടിയാൽ ഇറ്റ്സ് വെരി ഡേഞ്ചറസ്, ക്യാൻ ഡു എനിത്തിങ്. ബിക്കോസ് ആ ഹ്യൂമൻ ടച്ച് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മളിപ്പോൾ ഒരാളെ ഫയർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരാളുടെ പ്രൊഡക്ടിവിറ്റി ഡൗൺ ആയി. നമ്മൾ മെട്രിക്സ് നോക്കുമ്പോൾ ശരിയാ പ്രൊഡക്ടിവിറ്റി ഡൗൺ ആയി, പക്ഷെ ഇറ്റ് കുഡ് ബി മേ ബി സം അതർ പേഴ്സണൽ റീസൺസ്, പ്രോബ്ലംസ് അറ്റ് ഹോം, സംതിങ് വിച്ച് നമ്മൾ സംസാരിച്ച് ചിലപ്പം സോൾവ് ആയിട്ട് അത് ആളുടെ പ്രൊഡക്ടിവിറ്റി അപ്പ് ആവാം വേണമെങ്കിൽ. പക്ഷെ അവിടെ ഇത് വരുന്നില്ല. പിന്നെ എപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ AI എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് അത് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചെസ് ഗെയിമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ ചെസ് ഗെയിംസിലെ മൂവ്സ് AIക്ക് ഇറ്റ് ക്യാൻ ഇന്റർപ്രറ്റ് ഓൾ ദ മൂവ്സ്. പക്ഷെ ഒരു ഹ്യൂമന് മേ ബി ഇമ്പോസിബിൾ ആണ് അത്രയും മൂവ്സ് കാൽക്കുലേറ്റ് ചെയ്ത് പ്ലേ ചെയ്യാൻ. അപ്പൊ ഒരു ഫൈനൈറ്റ് സിറ്റുവേഷനിൽ AI വിൽ പെർഫോം ബെറ്റർ ദാൻ ഹ്യൂമൻസ്. ബട്ട് അല്ലാതെയുള്ള ഒരു ഇൻഫൈനൈറ്റ് സിറ്റുവേഷൻ വേർ റീസണിങ്സ്, അതിന്റെ നോളജിന് ഔട്ട്സൈഡ് ദ ബോക്സ് തിങ്ക് ചെയ്യേണ്ട കേസസിലെല്ലാം ഹ്യൂമൻ വിൽ ഓൾവേസ് വിൻ. മനസ്സിലായി. സോ നമുക്കിപ്പോഴും പറയാൻ പറ്റത്തില്ല AI കൊണ്ട് എന്താണ് ദോഷം വരുമ്പോൾ. നമുക്കൊരു നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അറിയാൻ പറ്റത്തുള്ളൂ. ഇറ്റ്സ് ടു ഏർലി ടു പ്രെഡിക്റ്റ്. ജോബ് ലോസസ്, ഓപ്പർച്യൂണിറ്റിയുടെ ഒരു ചേഞ്ചും ഇറ്റ്സ് ഗോയിങ് ടു ബി ദെയർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കുന്നതൊക്കെ ഇനി 2 years ഡൗൺ ദ ലൈൻ യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി നെവർ നോ. അതെ, ഇതിപ്പോ പണ്ട് നമ്മുടെ കേരളത്തിൽ പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പം കമ്മ്യൂണിസ്റ്റുകാരെല്ലാം എതിർത്ത് നിന്ന്
പറ്റത്തില്ല, കമ്പ്യൂട്ടർ കൊണ്ട് ജോബ് പോകുമെന്ന് പറഞ്ഞ് അബ്സല്യൂട്ട്ലി പേടികൊണ്ട് ആ ഒരു സ്റ്റേറ്റിലാണ് നമ്മളിപ്പോ. AI ഈസ് ഇൻ ഇരിക്കുന്നത്. ദാറ്റ് അതെ, കൈൻഡ് ഓഫ് സ്റ്റേറ്റ്. കറക്റ്റ് പക്ഷേ കറക്റ്റ്. പക്ഷേ വാട്ട് ഐ തിങ്ക് ഈസ് ലൈക്ക് കമ്പ്യൂട്ടർ വന്നു, വി അഡാപ്റ്റഡ് ടു ദാറ്റ് ആൻഡ് വി ട്രൈഡ് യൂസിങ് ദാറ്റ്. സെയിം തിങ് വിൽ ഹാപ്പൻ ടു AI. ഈവൻ ഇഫ് വി ലൂസ് ലോട്ട് ഓഫ് ജോബ്സ്, ബട്ട് പീപ്പിൾ വിൽ സ്റ്റാർട്ട് അഡോപ്റ്റിംഗ് ടു ഇറ്റ് ആൻഡ് ദേ വിൽ ബി അഡാപ്റ്റ് ടു ദ സിറ്റുവേഷൻ, കറക്റ്റ്. ആ പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ഫ്യൂച്ചറിൽ വരുമ്പോഴത്തേക്ക് ഈ പോപ്പുലേഷൻ ഉള്ള കൺട്രീസിന് പ്രോബ്ലം ആയിട്ട് വരാം. ബിഗ് അത് പോപ്പുലേഷൻ ഉള്ള. ഉള്ളവർക്ക് ഒരു പ്രോബ്ലമാണ്. അല്ല, പോപ്പുലേഷൻ ഉള്ളിടത്താണെങ്കിലും ഇത് എവിടെയാണെങ്കിലും ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ ആൾക്കാർ ട്രെയിൻഡ് ആവണം. ഇപ്പം ലേസി ആയിട്ടിരിക്കുന്ന ഒരു കൺട്രിയിൽ ഇപ്പം ദേ ആർ നോട്ട് വില്ലിംഗ് ടു യൂസ് ഇറ്റ്, ദെൻ ദർ ഇസ് നോ ബെനിഫിറ്റ്. ഇത് കാരണം ബെനിഫിറ്റ്സ് ഇറ്റ് ഈസ് ഗോയിങ് ടു റീച്ച് എവ്രി വൺ. ഇപ്പൊ ഒരു കോർപ്പറേറ്റും ഒരു നോർമൽ ഒരു സ്റ്റുഡന്റും തമ്മിൽ ദർ ഇസ് നോ ഡിഫറൻസ്. ആ സ്റ്റുഡന്റിന് വേണമെങ്കിൽ ഒരു കോർപ്പറേറ്റിനെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസ് AI വെച്ച് അവർക്ക് ദേ ക്യാൻ ക്രിയേറ്റ് ഇറ്റ്. അപ്പം മോർ സ്റ്റാർട്ടപ്സും മോർ ഇന്നോവേഷൻസ് വിൽ ഹാപ്പൻ വിത്ത് AI. അപ്പൊ അതാണ് അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ്. കറക്റ്റ് കറക്റ്റ്. ബിക്കോസ് ഇന്നോവേഷന് വേണ്ടിക്കുള്ള ഇൻഫർമേഷൻ ഡേറ്റാബേസ് ഉണ്ട്, വിച്ച് യെസ്, അസിസ്റ്റന്റ് ഇറ്റ്സ് ഹെൽപ്പിംഗ് യു. ആ കറക്റ്റ്. ഒരു ഇത്. സോ ഐ തിങ്ക് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ എല്ലാവരുടെ പെർസെപ്ഷൻ പോലെ, നമ്മൾ എങ്ങനെ അത് കാഴ്ചപ്പാട്, നമ്മൾ എങ്ങനെ കാണുന്ന പോലെ ഇരിക്കും, അല്ലെ, യെസ്, എങ്ങനെ നമ്മൾ യെസ്. അഡാപ്റ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഐ എം പോസിറ്റീവ് ടുവേർഡ്സ് AI because as any change there will be a disruption in the industry, but we have to learn and move forward. എനിക്കിത് പറയാനുള്ളത്, നിന്റെ ഒരു വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ എനിക്ക് എപ്പോഴും ഈ AI കൊണ്ട് AI കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും ബാക്ക് ഓഫ് മൈ മൈൻഡ് മേ ബി നമ്മൾ ഒരുപാട് ഈ മൂവീസ് കണ്ടുകൊണ്ടുള്ള ഇൻഫ്ലുവൻസ് ആകാം, അല്ല നമ്മൾ വേറെ പല ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ ഡോക്യുമെന്ററീസോ അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടന്റ് ഇൻഫ്ലുവൻസ് ആകാം. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതിനകത്ത് എന്ത് സംഭവിക്കും എന്നുള്ള ഇപ്പോഴും നമുക്ക് പറയാറായിട്ടില്ല. എല്ലാം ഒരു ഗസ് വർക്കാണ്, അല്ലേ, Yeah. അതിലാണ് പോകുന്നത്. സോ അതിലെ കുറച്ച് ബെനിഫിറ്റ്സ് നമ്മൾ പറയണമെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി ഗോയിങ് ടു ഇത് കുറെ ഇൻഡസ്ട്രിയെ ഡിസ്റ്റർബ് ചെയ്യും. ഇപ്പൊ കണ്ടന്റ് റൈറ്റേഴ്സിനെ ഇറ്റ് ഈസ് ഗോയിങ് ടു ഡിസ്റ്റർബ്. ബട്ട് ആ കണ്ടന്റ് റൈറ്റിംഗ് ജോബ് അവിടെ പോയി. ബട്ട് വാട്ട് ദേ ക്യാൻ ലുക്ക് ഫോർവേഡ് ഈസ് ദേ ക്യാൻ ബിക്കം എ ന്യൂ റൈറ്റർ. ഈ ചാറ്റ് GPT യൂസ് ചെയ്ത് ദേ ക്യാൻ ക്രിയേറ്റ് സ്റ്റോറീസ് ആൻഡ് ദേ ക്യാൻ ക്രിയേറ്റ് ന്യൂ കണ്ടന്റ് ആൻഡ് ദേ ക്യാൻ ഐ മീൻ അതായത് ഈ ടൂള് ഇറ്റ് വിൽ ഗിവ് യു ലോട്ട് ഓഫ് ഫീച്ചേഴ്സ് ടു ക്രിയേറ്റീവ് വർക്ക്. ഇൻസൈറ്റ്സ് തരും. അപ്പൊ അത് യൂസ് ചെയ്ത് യു ക്യാൻ സ്പീഡ് അപ്പ് യുവർ റൈറ്റിംഗ് ആൻഡ് യു ക്യാൻ ക്രിയേറ്റ് അമേസിംഗ് സ്റ്റോറീസ്. അപ്പൊ അതിനുവേണ്ടി അവരത് യൂസ് ചെയ്യുക. അതുപോലെ ആർട്ടിന്റെ ആൾക്കാര് ഇപ്പം AI നമ്മൾ ആർട്ട് എല്ലാം ട്രെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇറ്റ് ക്യാൻ ജനറേറ്റ് അമേസിംഗ് ആർട്സ്. ഓക്കെ, അപ്പൊ ഒരു ആർട്ടിസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദേ ഷുഡ് യൂസ് ദ AI ടു ബ്രിങ് ദെയർ ഐഡിയാസ് ടു ലൈഫ്. അതിന്റെ ഒരു കോൺസെപ്റ്റ് അവർ ഉണ്ടാക്കിയിട്ട് ദേ ക്യാൻ ഡ്രോ ദാറ്റ് ഇൻ എ ക്യാൻവാസ്. ഓക്കെ, അല്ലാതെ ഇതൊരു ത്രെട്ടാണ്, എന്റെ ജോബ് പോകും നോക്കാതെ അതിനെ യൂസ് ചെയ്ത് യു ക്യാൻ ഇംപ്രൂവ്. അതുപോലെ മ്യൂസിക് ക്രിയേഷൻ, ഇപ്പം മ്യൂസിക്സ് അമേസിങ് മ്യൂസിക്സ് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട് AI. അപ്പൊ അത് ഇപ്പൊ ഞാൻ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ലിറിക്സ് എഴുതി തരാൻ പറഞ്ഞാൽ ലിറിക്സ് എഴുതി തരും. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റൈൽ മ്യൂസിക് ആണെന്ന് പറഞ്ഞാൽ അവൻ ക്രിയേറ്റ് ചെയ്ത് തരും. So music directors or movie creators, they can all explore these areas. Also ഫോട്ടോഗ്രാഫിക്ക് നമ്മൾ പണ്ടത്തെ പോലെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഏതെങ്കിലും ഒരു റൂമിൽ ഇരുന്നൊരു ഫോട്ടോ എടുത്തിട്ട് AI കൊണ്ട് നമുക്ക് ഫോട്ടോയ്ക്ക് മാറ്റാം. ഇൻഫാക്ട് ഒരു ഫുള്ളി AI തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു മൂവി എങ്ങാണ്ട് ഒരെണ്ണമുണ്ട്, AI സൂപ്പർ സ്റ്റാർ എങ്ങാണ്ട്. ഫസ്റ്റ് AI സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു മൂവി എങ്ങാണ്ട് ഇറങ്ങി, ഹോളിവുഡൊന്നും വേണ്ട, ഒരു AI തന്നെ ഉണ്ടാക്കി ഒരു AI സ്റ്റാറിനെ, ഒരു ആർട്ടിഫിഷ്യൽ ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തു, ഒരു ആക്ടറിനെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ആ ലെവലിൽ വരെ പോകാം. അപ്പൊ യങ്സ്റ്റേഴ്സിന് ഈ ഏരിയസിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പണ്ട് ഒരാൾക്ക് ഒരു മൂവി ഇറക്കണമെങ്കിൽ ഇറ്റ്സ് കുറച്ച് പാടാണ്. ഇന്ന് ഇറ്റ്സ് ബിക്കം വെരി ഈസി. ഈവൻ ക്രിയേറ്റിംഗ് മ്യൂസിക് ഇറ്റ്സ് ബിക്കം വെരി ഈസി. സോ ഐ തിങ്ക് നമുക്ക് ഇതിനകത്ത് രണ്ട് സൈഡ് വെച്ച് പറയാം. അതായത് ത്രെട്ട് ഉണ്ടെന്നും പറയാം, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ ത്രെട്ട് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇത് എങ്ങനെ നമുക്ക് അഡാപ്റ്റ് ചെയ്ത് എന്താ പറയുക, ഒരു തിരമാല വരുമ്പോഴത്തേക്ക് അത് എങ്ങനെ അത് നാവിഗേറ്റ് ചെയ്യാന്നുള്ള നമ്മൾ തന്നെ സ്വയം കണ്ടെത്തുക, എന്നിട്ട് നമ്മൾ അതിന് വേണ്ടിക്കുള്ള സ്റ്റെപ്സ് എടുക്കുക ആൻഡ് ഓവർകം ഇറ്റ്. ഐ തിങ്ക് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് വേ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന 2-3 നമ്മൾ ചാറ്റ് GPT എല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. ചാറ്റ് GPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സുഖിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ബാക്കിൽ. നമ്മൾ എന്ത് പറഞ്ഞാലോ നിങ്ങൾ വണ്ടർഫുൾ ആണ്, ഇത് അടിപൊളിയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ സുഖിപ്പിച്ചുകൊണ്ടിരിക്കുക. അതൊരിക്കലും പറ്റില്ല എന്ന് പറയത്തില്ല. അപ്പൊ അതൊരു ഡ്രോബാക്കും കൂടെ ആണ്. ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ അതിനെ വിശ്വസിച്ച് തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, ബട്ട് അത് പൊട്ടത്തെറ്റായിരിക്കും.
അപ്പൊ ഞാൻ മനസ്സിലായി. ഞാൻ പല സാധനങ്ങളും അതിനകത്ത് നോക്കി. ഇപ്പൊ സംഭവിക്കുന്ന വെച്ചാൽ പല ആൾക്കാരും അവരുടെ മൈൻഡ് യൂസ് ചെയ്യാതെ അവരെന്ത് കിട്ടിയാലും എടുത്ത് ചാറ്റ് ജിപിറ്റി കൊടുത്തിട്ട് അതാണ് റിയാലിറ്റി എന്ന് പറഞ്ഞ് ബിലീവ് ചെയ്ത് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. ദാറ്റ് ഇസ് ട്രൂ. സോ ദാറ്റ് ക്യാൻ ഓൾസോ മേ ബി, ഞാൻ കേട്ടിട്ടുള്ളത് ഇറ്റ് കുഡ്, ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഡിപ്പെൻഡൻസി വന്നു കഴിഞ്ഞാൽ ഇറ്റ് കുഡ് ഓൾസോ ലീഡ് യു ടു ഇവൻ സൂയിസൈഡ് എന്ന് പറയുന്നു. ബിക്കോസ് വെൻ യു ആർ ഡിപ്പെൻഡിങ് സോ മച്ച് ഓൺ വൺ സോഴ്സ്, നമ്മൾ വേറെ ഒന്നും നോക്കാതെ പോകുമ്പോഴത്തേക്കും സൂയിസൈഡ് ടെൻഡൻസീസ് വരാം, ഡെവലപ്പ് ആകാന്ന് പറയുന്നുണ്ട്. അത് അല്ല, എത്രമാത്രം കാരണം ശരിയാണെന്ന് അവര് അറിയില്ല. ദീസ് പീപ്പിൾ ആർ വെരി ഹൈലി ക്വാളിഫൈഡ് പീപ്പിൾ. അവർക്ക് സ്കിൽസ് ഉള്ള ആൾക്കാരാണ്. ബട്ട് റൈറ്റ് നൗ ദേ ആർ നോട്ട് യൂസിങ് ദർ സ്കിൽ. ദേ ആർ ഒൺലി ഡിപ്പെൻഡിങ് ഓൺ ചാറ്റ് ജിപിറ്റി. അതെന്ത് പറയുന്നു അത് ഫോളോ ചെയ്യുന്നു. ദേ ബിലീവിങ് ദാറ്റ്. അതൊരു ഡേഞ്ചറസ് ട്രെൻഡ് ആണ്. പിന്നെ അതുപോലെ ഞാൻ ജെമിനി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജെമിനിക്കകത്ത് പോകുമ്പോൾ ജെമിനിക്ക് അറിയത്തില്ല, ഫുൾ പൊട്ടത്തെറ്റുകളൊക്കെയാണ് പറഞ്ഞിരുന്നത്. നോ, ഐ തിങ്ക് ഇറ്റ് സ്റ്റിൽ ടു ഏർലി കേട്ടോ. ഈ AI-ന്റെ ഒക്കെ ഏർലി സ്റ്റേജസിലാണ്. ഇപ്പോഴത്തെ വെച്ച് നമ്മുടെ ഈ പഴയ ഫോൺസ് വെച്ച് നോക്കുന്നല്ലോ, നമ്മുടെ പഴയ ഫോൺ എങ്ങനെയായിരുന്നു? വെറും സിമ്പിൾ ക്യൂരിറ്റി ബട്ടൺസ് മാത്രം, കോൾ വിളിക്കുക, SMS, അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ ഫോണും വെച്ച് നമ്മളെ പഴയ ഫോൺ വെച്ച് നോക്കിയാൽ ഭയങ്കര ഡിഫറൻസ് ആണ്. അപ്പൊ പിന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് മേ ബി AI അതുപോലെ ഡെവലപ്പായി പണ്ടത്തെ AI-യും പുതിയ AI ഭയങ്കര വ്യത്യാസം വരുമായിരിക്കും. പിന്നെ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം അമേരിക്കൻ കമ്പനീസ് ആണ്. ഓപ്പൺ AI, ജെമിനി, എല്ലാം കൂടുതൽ മെജോറിറ്റി everybody is ഇപ്പൊ എനിക്ക് തോന്നുന്നു they are all working collaboratively to build the platforms. ഈവൻ എലോൺ മസ്ക് പോലും AI വേണമെങ്കിൽ സ്പേസിൽ ഇടാന്നും പറഞ്ഞുകൊണ്ടുള്ള പ്രൊപ്പോസൽ പുള്ളി ഇട്ടു. ബിക്കോസ് കൂടുതൽ എഫിഷ്യൻസി, ബിക്കോസ് കൂടുതൽ സൺ യൂസ് ചെയ്ത് അവിടെ സോളർ പാനൽസ് വെച്ച് പവർ ചെയ്ത് AI can be more powered, more powerful എന്നുള്ള. സോ ദാറ്റ്സ് ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് അവരൊക്കെ തിങ്ക് ചെയ്യുന്നത്. അപ്പൊ ഫ്യൂച്ചറിൽ AI പവർ ചെയ്യണമെങ്കിലും വി നീഡ് ലോട്ട് ഓഫ് പവർ ആൻഡ് എനർജി. അപ്പം AI ഇപ്പൊ ഇന്ന് കാണുന്ന AI ആയിരിക്കത്തില്ല. ഒരു 6 months കഴിയുമ്പോൾ they need to upgrade it because it will become outdated. സോ അതിനൊരു കോസ്റ്റ് ഉണ്ട്. അതെ. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാ രാജ്യങ്ങളിലും കൂടുതൽ ഇതിനകത്തോട്ട് ഇറങ്ങി നിൽക്കണം അല്ലേ, ടു ബി ഇൻ ദ ഫ്രണ്ട്. ഇപ്പൊ ഞാനിപ്പോ എനിക്ക് കണ്ടിട്ടുള്ള ആർട്ടിക്കിളിൽ US they raised $67 billion for AI. China around, if I'm not mistaken, $15-18 million, sorry, billion, talking about billion. And India 1.7 ആണ്. So India is way behind, lagging behind. ഇപ്പൊ US-ന്റെ 67 എവിടെ കിടക്കുന്നു, ഇന്ത്യയുടെ 1.7 എവിടെ കിടക്കുന്നു. അത്ര നമ്മൾ ബിഹൈൻഡിലാണ് കിടക്കുന്നത്. ഐ തിങ്ക് വി ഹാവ് ടു സ്പെൻഡ് മോർ ഓൺ ദാറ്റ് ടു ബി ഇൻ ദ ഫോർ ഫ്രണ്ട്, അല്ലെങ്കിൽ വിൽ ബി ലെഫ്റ്റ് ബിഹൈൻഡ്. അതിലൊരു മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കമ്പനീസ് ഇല്ല, സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനീസ് ഇല്ല. അതൊരു ഐ തിങ്ക് ഗവൺമെന്റ് ഒരുപാട് ലേറ്റ് ആയി പോയി. ഇതിനകത്ത് നേരത്തെ ജമ്പ് ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു. എസ്പെഷ്യലി ഐ തിങ്ക് നൗ വിത്ത് തൈവാൻ ഇൻവേഷൻ വന്നു കഴിഞ്ഞാൽ 80% ഓഫ് ദ സെമി കണ്ടക്ടർ വിൽ ബി അണ്ടർ ചൈനീസ് കൺട്രോൾ. അതുകൊണ്ട് ഐ തിങ്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇറ്റ്സ് ടു ലേറ്റ്, ബട്ട് നെവർ ടു ലേറ്റ് എന്ന് പറയുന്ന പോലെ ഇതുണ്ടല്ലോ, അതായത് ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ എന്നുള്ള ഇതായിട്ട് നോക്കുന്നത്. പിന്നെ ഒരു ലേറ്റ് അഡോപ്റ്ററിന്റെ ഒരു അഡ്വാൻറ്റേജ് ചിലപ്പോൾ നമുക്ക് കിട്ടിയേക്കാം. ബിക്കോസ് ഫ്യൂച്ചർ ഇന്നോവേഷൻസ് എങ്ങനെ പോകുന്നതെന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴത്തെ മോഡൽസ് അതൊന്നും അത്ര ഇറ്റ്സ് നോട്ട് വെരി എഫിഷ്യന്റ് ഇൻ ടേംസ് ഓഫ് എനർജി ആൻഡ് ഓൾ. അപ്പൊ അത് എഫിഷ്യന്റ് ആയിട്ട് രീതിയിലുള്ളത് റിസർച്ച് നടക്കുന്നുണ്ട്. വേറെ രീതിയിലൊക്കെ അതിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഒരു സിംഗിൾ മോഡലാക്കി വെക്കാതെ ഇറ്റ് ക്യാൻ ബി എ ഡിസ്ട്രിബ്യൂട്ടഡ് വൺ. ആൻഡ് അപ്പൊ അങ്ങനത്തെ എഫിഷ്യന്റ് ആയിട്ടുള്ളത് അണ്ടർ ഡിസൈൻ. സോ അത് മേ ബി ഒരു ലേറ്റ് കമ്പറിന്റെ അഡ്വാൻറ്റേജ് ചിലപ്പോൾ കിട്ടിയേക്കാം. അതൊരു പോയിന്റ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിനകത്ത്, ആസ് വി സെഡ് ഏർലിയർ, ഇപ്പം നമുക്ക് ഇതിനകത്തുകൊണ്ടൊരു ദോഷമുണ്ട്, ഗുണങ്ങളും ഉണ്ട്. ഇതെങ്ങനെ ബാലൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് അരുൺ പറഞ്ഞ പോലെ ഇത് അഡാപ്റ്റ് ചെയ്ത് നമുക്കിതെങ്ങനെ നാവിഗേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കഴിവ് പോലെ ഇരിക്കും. സോ നമ്മൾ ഇതിനൊരു ത്രെട്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ട് ഇത് എത്രമാത്രം നമുക്ക് നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വന്നിട്ട് ഇതെങ്ങനെ നമുക്ക് ത്രെട്ട് വന്ന് നമുക്ക് പ്രോബ്ലംസ് വരുന്ന മുമ്പ് തന്നെ ഹൗ ക്യാൻ വി ഓവർകം ഇറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് എനിക്കിത് ഓർമ്മ വരുന്ന ഇത് ജസ്റ്റ് ഐ വോണ്ട് ടു എൻഡ് ഇറ്റ് വിത്ത് ദിസ്. നമ്മുടെ ലോറൻസ് ഓഫ് അറേബ്യ എന്നൊരു മൂവിനകത്ത് ഒരു സീനുണ്ട്. അതായത് ലോറൻസ് ഓഫ് അറേബ്യ ഇപ്പോൾ ഫേമസ് ഒരു ബ്രിട്ടീഷ് ഓഫീസറായിരുന്നു ഫസ്റ്റ് വേൾഡ് വാറിൽ അറബ് ട്രൈബ്സിനെല്ലാം യുണൈറ്റ് ചെയ്യുന്നത്. അപ്പം പുള്ളി അവിടെ നിൽക്കുമ്പോൾ ഒരു അറബ് ഇങ്ങനെ വന്നിരുന്നിട്ട് ദൂരെ നിന്ന് വേറൊരു അറബ് ഇങ്ങനെ വരുവാണ് ക്യാമലിൽ.
അപ്പം ഇവർ അറബ്സ് എല്ലാം പല പല ട്രൈബ്സ് അല്ലേ, പലരും എനിമീസ് ഉണ്ട്, ഫ്രണ്ട്സും ഉണ്ട്. ഇവർക്ക് അറിയത്തില്ല ഇത് ആരാണ്, എനിമിയാണോ ഇതാണോ എന്നുള്ളത്. അപ്പം ഇവൻ്റെ ആളുടെ കയ്യിൽ ബൈനക്കുലറും ഇല്ല, ഇങ്ങനെ അത് നോക്കുവാണ്. അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ ഒരു വെല്ലങ്ങാണ്ട് ആക്സസ് ചെയ്ത് വാട്ടർ കുടിച്ചു. അപ്പോൾ ഓരോ ട്രൈബ്സിനും ഓരോ വെല്ലുണ്ട്. അപ്പോൾ ഈ ഒരു ദൂരെ നിന്ന് വരുന്ന ആളിന് ഈ അറബ് മനസ്സിലാവുന്നില്ല ഇവൻ എനിമിയാണോ അത്. ഒത്തിരി അടുത്ത് വന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്ന ഇവ എനിമിയാണ്. ഓടിപ്പോയി ഗണ്ണെടുക്കുന്ന സമയം കൊണ്ട് മറ്റോ ഇവനെ വെടിയിച്ചിടും. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവൻ ആ ടൈമിൽ ആ ടൂൾ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു ബൈനക്കുലറോ ടെലിസ്കോപ്പ് സംതിങ് ഉണ്ടായിരുന്നെങ്കിൽ നോക്കി അവരെ നേരത്തെ അറിഞ്ഞാൽ ഹി കുഡ് ഹാവ് ബീൻ പ്രിപ്പയർഡ് ടു ഫേസ് ദ ത്രെറ്റ്. ഐ തിങ്ക് ദാറ്റ് ഇസ് വാട്ട് നമ്മുടെ ലൈഫിലൊക്കെ ഇപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ എക്യുപ്ഡ് ആവുക, എ ഐനെ നമുക്ക് എങ്ങനെ അത് നാവിഗേറ്റ് ചെയ്ത് എങ്ങനെ അഡാപ്റ്റ് ചെയ്ത് നമുക്കിതെങ്ങനെ ഒരു 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 ടൈഡൽ വേവ് വരുമ്പോൾ അതെങ്ങനെ നമുക്ക് മറികടക്കാം എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതിൽ സോ എനിക്ക് പറയാനുള്ളത്, സി കമ്പനീസ് ഇപ്പോൾ ഫുള്ളി എ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്ത് പോകാൻ പാടില്ല. ദേ ഷുഡ് ഓൾവേസ് ഹാവ് പീപ്പിൾ. അതായത് ദേ ഷുഡ് ഓൾവേസ് ബ്രിങ് ഇൻ ന്യൂ ഫ്രഷ് പീപ്പിൾ. ബിക്കോസ് ഡൗൺ ദ ലൈൻ 5 years കഴിഞ്ഞ് അവർക്ക് ടാലൻറ്റ് ഇല്ലെങ്കിൽ ദേ കനോട്ട് മൂവ് ഫോർവേഡ്. Because AI is not going to solve all their problems. It's the people behind them who is going to drive that AI innovations. യെസ്, അപ്പോൾ ഒരു ഹ്യൂമൻ ടച്ച് വേണം. Yes. Yeah. All right. Thank you so much, everyone, for listening to our podcast. And എന്തെങ്കിലും നിങ്ങളുടെ കമൻസ് ഉണ്ടെങ്കിൽ പറയുക. Yeah, share, comment, subscribe as usual. Thank you, guys. Thank you for following us. Bye-bye. Bye-bye.